സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 2 ദിവസത്തിനിടെ 4 തവണ കുതിച്ചുചാടിയതിനു ശേഷമാണ് ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 13,995 രൂപയും പവന് 240 രൂപ കുറഞ്ഞ് 1,11,960 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് കുറവാണ് രേഖപ്പെടുത്തിയത്. തുടർച്ചയായ കുതിപ്പിന് പിന്നാലെയാണ് ഈ കുറവ്. ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 13,995 രൂപയും പവന് 240 രൂപ കുറഞ്ഞ് 1,11,960 രൂപയിലുമാണ് ഇന്നത്തെ വ്യാപാരം. ഇന്നലെ പവൻ 240 രൂപ ഉയർന്ന് 1,11,800 രൂപയിലെത്തിയിരുന്നു. ഗ്രാമിന് 30 രൂപ ഉയർന്ന് 13,975 രൂപയിലുമായിരുന്നു ഇന്നലത്തെ വ്യാപാരം. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യം സ്വർണ്ണവിലയിൽ മാറ്റത്തിന് കാരണമാവുകയാണ്. എണ്ണവില കുറഞ്ഞതടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ ബാധകമാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാർ കൊണ്ടുവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണ് എണ്ണവിലയിൽ പ്രതിഫലിച്ചത്. ഇന്നലെ ഇത് പ്രകടമായിരുന്നു. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $107 താഴ്ന്നിരുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരം പ്രതികരണങ്ങളും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വിവാഹ സീസണായിരിക്കെ സ്വർണ്ണവിലയിൽ വർധനമുണ്ടാകുന്നത് സാധാരണക്കാർക്ക് ആശങ്കയാണ്. എന്നാൽ സ്വർണ്ണവില കുറയുന്നതാകട്ടെ ചെറിയൊരു തുകയിലും. കുറഞ്ഞത് 5% മുതൽ 20% വരെ പണിക്കൂലിയും സ്വർണ്ണവിലയുടെയും പണിക്കൂലിയുടെയും ആകെ തുകയിൽ മേൽ 3% GSTയും കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജുകളും നൽകേണ്ടി വരും. കേരളത്തിൽ വിവാഹ സീസൺ സജീവമായ ഘട്ടത്തിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഇടിവും കുടുംബങ്ങൾക്ക് ആശ്വാസമാണെങ്കിലും ഈ പണിക്കൂലി അടക്കമുള്ള തുക വലിയൊരു ബാധ്യത തന്നെയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ അസ്ഥിരത കാരണം സ്വർണ്ണവില ഇനിയും ചാഞ്ചാടാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.